السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമ്മൾ തുടങ്ങി വെച്ച പ്രാർത്ഥനയുടെ അവസാന ഭാഗം അഥവാ മൂന്നാമത്തെ ഭാഗം. ഈ മൂന്ന് ഭാഗങ്ങളും സ്വതന്ത്രമായ മൂന്ന് പ്രാർത്ഥനകളായിട്ട് നമ്മൾക്ക് ചൊല്ലാൻ പറ്റുന്ന പ്രാർത്ഥനകളാട്ടോ. ഹദീസിൽ ഈ മൂന്നെണ്ണവും ഒന്നിച്ചാണ് വന്നത് എന്ന് മാത്രം. അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ 6 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചതായിരുന്നു അല്ലേ? 6 കാര്യങ്ങളിൽ നിന്ന് പടച്ചോണ്ട് രക്ഷ ചോദിച്ചതാ. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ നഫ്സിന് വേണ്ടിയിട്ടാ തേടിയത്. നഫ്സിന് എന്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാ? തഖ്വ ലഭിക്കാനും തസ്കിയത്ത് ലഭിക്കാനും വേണ്ടിയിട്ടാണ് പടച്ച റബ്ബിനോട് തേടിയത്. ഇനി മൂന്നാമത്തെ ഭാഗത്ത് വീണ്ടും നമ്മൾ അള്ളാഹുവിനോട് 4 കാര്യങ്ങളിൽ നിന്ന് കാവലിനെ തേടുകയാണ്, രക്ഷയെ ചോദിക്കുകയാണ്. ഈ 4 കാര്യങ്ങൾ സത്യത്തിൽ നമ്മൾക്ക് ഒരു ഉപദ്രവകാരികളായ 4 കാര്യങ്ങളല്ല, നേരെ മറിച്ച് 4 അനുഗ്രഹങ്ങളാ. പക്ഷേ അത് ഉപദ്രവകാരികളായി മാറിപ്പോവുകയോ അല്ലെങ്കിൽ ഉപകാരപ്രദമല്ലാതെ പോവുകയോ ചെയ്യുന്നതിൽ നിന്നാണ് പടച്ചവനോട് നമ്മൾ കാവലിനെ ചോദിക്കുന്നത്. തുടക്കത്തിൽ വന്നതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, രക്ഷയെ ചോദിക്കുന്നു. എന്തിൽ നിന്ന്? മിൻ ഇൽമിൻ, ഒന്നാമത്തേതാണ് ഇൽമിൽ നിന്നാണ് കാവലിനെ ചോദിക്കുന്നത്. ഇൽമെന്ന് പറഞ്ഞാൽ അറിവ്, അറിവിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു. എങ്ങനെയുള്ള അറിവാണ്? ലാ യൻഫഉ, നഫ് ഇല്ലാത്ത, നഫ് എന്ന് പറഞ്ഞാൽ ഉപകാരം. ഇൽമ് കൊണ്ട് വേണ്ടത് എന്താ? ഉപകരിക്കണം, നമ്മൾക്കും മറ്റുള്ളവർക്കും ഉപകരിക്കണം. ഇൽമ് റബ്ബിന്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യത്തിൽ ഒന്നാണ് വഅൻ ഇൽമിക, നിന്റെ അറിവിനെ കുറിച്ച് ചോദിക്കുന്ന. എന്താണ് അതുകൊണ്ട് ചെയ്തതെന്ന്? അറിവുണ്ടായാൽ പോരാ, അതുകൊണ്ട് എന്താ അമല് ചെയ്തതെന്ന്, എന്താ പ്രവർത്തിച്ചതെന്ന്. അറിവ് പല നിലക്ക് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. നന്മക്കും തിന്മക്കും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അറിവിനെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചു എന്നതാണ് പടച്ചവൻ എന്ത് ചെയ്യുക, ചോദിക്കുക. അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, അതെന്താവണം? ഉപകാരപ്രദമാകണം എന്നതാ. അപ്പം ഉപകാരപ്രദമല്ലാത്ത അറിവ് വേണ്ടെന്നാ പടച്ചവനോട് അതിൽ നിന്ന് കാവലിനെ ചോദിക്കുകയാണ്. മിൻ ഇൽമിൻ ലാ യൻഫഉ. രണ്ടാമത്തതോ വമിൻ ഖൽബിൻ, ഖൽബാണ്. ഖൽബും നഫ്സും സത്യത്തിൽ രണ്ടും 2 സംഗതിയാണ്. ഇവിടെ പടച്ചവനോട് കാവലിനെ ചോദിക്കുന്നത് ഖൽബിൽ നിന്നാണ്. ഖൽബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്തം പമ്പ് ചെയ്യുന്ന ആ അവയവമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ആ ധർമ്മം നിർവഹിക്കുന്ന നമ്മളുടെ ശരീരത്തിലെ പാർട്ടല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഖുശൂ ഉണ്ടാകേണ്ട ഒരു ഇടമുണ്ട്. ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താ? ഖുശൂ എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരത്തിലൊക്കെ നമ്മൾക്ക് ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. വല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറയുന്നുണ്ട്. വിജയികളാകുന്ന, ഫലാഹലെത്തുന്ന വിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞെടുത്ത് ഖുർആൻ പറയുന്നുണ്ട്. നിസ്കരിക്കുന്നവർ എന്നല്ല, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും അവർക്ക് എന്ന്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ കുറ്റവാളികളായ ആളുകൾ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നിടത്ത് ഖാശിഈന എന്നൊരു പ്രയോഗമുണ്ട്. ഖുശൂഓട് കൂടിയായിരിക്കും അവർ നിൽക്കുക. ഒരു കുറ്റവാളി ശിക്ഷിക്കാൻ കഴിവും അർഹതയുമുള്ള ആളുടെ മുന്നിൽ തെളിവ് സഹിതം പിടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് അവിടെ ഖുശൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കൂലല്ലോ, തല കണ്ണൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ടായിരിക്കും നിൽക്കുക. അങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട്, അതാണ് ഖുശൂ എന്ന് പറയുന്നത്. ഇത് കൽബിൽ ഉണ്ടാകേണ്ട സംഗതിയാണ്. കൽബിൽ ആ ഖുശൂ ഇല്ലാതിരിക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ടാണ് പടച്ചവനെ ഖുശൂ ഇല്ലാത്ത കൽബിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുന്നത്. വമിൻ ഖൽബിൻ ലാ യഖ്ശ. അപ്പൊ 2 കാര്യത്തിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിച്ചു. ഒന്നാമത്തെ എന്തായിരുന്നു? ഇൽമിൽ നിന്നും. എങ്ങനെയുള്ള ഇൽമിൽ നിന്നും? ലാ യൻഫഉ, നഫ്അ ഇല്ലാത്ത, ഉപകാരമില്ലാത്ത. രണ്ടാമത്തേത് വമിൻ ഖൽബിൻ, കൽബിൽ നിന്ന്. എങ്ങനെയുള്ള കൽബിൽ നിന്ന്?
ല യഖ്ശഉ ഖുശൂ ഇല്ലാത്ത. മൂന്നാമത് പറയുന്നത് വമിൻ നഫ്സിൻ, നഫ്സാണ്, നമ്മളുടെ ആഗ്രഹങ്ങളുടെയൊക്കെ കേന്ദ്രമാണത്. നമ്മളുടെ ആഗ്രഹങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും കൊതികളുടെയൊക്കെ നഫ്സ്. ആ നഫ്സിൽ നിന്നാ പടച്ചോണ്ട് കാവലിനെ ചോദിക്കുന്നത്. ആ നഫ്സ് എങ്ങനെയുള്ള നഫ്സ? ലാ തഷ്ബഉ. ഷബിഅ എന്ന് പറഞ്ഞാൽ മതിയായി അല്ലെങ്കിൽ വയറ് നിറഞ്ഞു എന്നൊക്കെ പറയും നമ്മൾ. മതിവരാത്ത എന്നർത്ഥം. മതിവരാത്ത, തൃപ്തിയാവാത്ത മനുഷ്യന്റെ ഒരു പൊതുവേ ഒരു പ്രകൃതാണ്. എത്ര കിട്ടിയാലും എന്ത് ചെയ്യില്ല, മതിയാവൂല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഹലാലല്ലാത്ത രൂപത്തിലൊക്കെ നേടാൻ വേണ്ടി ശ്രമിക്കും. കാരണം എനിക്ക് കിട്ടണം, എനിക്ക് മതിയായിട്ടില്ല, തൃപ്തിയായിട്ടില്ല. പൂർണ്ണമായൊരു തൃപ്തി, മതിയാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്നതും അല്ല കേട്ടോ. അത് കിട്ടിയാൽ പിന്നെ സ്വർഗത്തിന് കൊതി ഉണ്ടാവൂലല്ലോ, അതൊരു പ്രശ്നമാണ്. പക്ഷെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക എന്നുള്ളത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അങ്ങനെ മതിവരാത്ത നഫ്സിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് മൂന്നാമത് പറയുന്നത്. ഒമിൻ നഫ്സിൻ ലാ തഷ്ബഉ. അവസാനം പറയുന്നത് വമിൻ ദഅവത്തിൻ, ദഅവത്തിൽ നിന്ന്, പ്രാർത്ഥന, വിളി, പ്രാർത്ഥന എന്നൊക്കെ പറയും. എങ്ങനെയുള്ള വിളി, എങ്ങനെയുള്ള തേട്ടം, എങ്ങനെയുള്ള പ്രാർത്ഥന? ലാ യുസ്തജാബു ലഹ, ജവാബ് കിട്ടാത്ത, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം. ഉത്തരം കിട്ടണം എന്നതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബിന്റെ മുന്നിൽ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നത്, ഒന്ന്, എൻ്റെ ഈ ആവശ്യം പൂർത്തീകരിക്കാൻ അവന് കഴിയും എന്ന് നമ്മൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്, വിശ്വാസമുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തത്, അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ എനിക്ക് തരും എന്ന പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. വെറുതെ ചോദിക്കുന്നതല്ല. ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചാൽ എന്തോ കാര്യമുണ്ട്, കുറേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടല്ല, നമ്മൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റബ്ബനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുക്കൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം കിട്ടണം. പക്ഷെ എല്ലാത്തിനും ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ധൃതിപ്പെടാൻ പാടില്ല. ഇപ്പൊ തന്നെ കിട്ടണം, കിട്ടിയിട്ടില്ല അക്ഷമനാകാതിരിക്കുക എന്നതൊക്കെ ചിലപ്പോൾ പടച്ചോൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല, പടച്ചോന് ഭയങ്കര മടിയാണ്. പടച്ചോനോട് അങ്ങനെ ഒരു കാര്യം, അവൻ്റെ അടിമ, റബ്ബിൻ്റെ അടിമ റബ്ബിനോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോന് നാണുള്ള സംഗതിയാണെന്നാ. പക്ഷേ ചിലത് കൊടുത്താൽ അത് തൻ്റെ അടിമക്ക് ഗുണകരമല്ല എന്നത് പടച്ചോൻ അറിയാം. ആ സമയത്ത് കൊടുക്കുന്നത്, അങ്ങനെ വരുമ്പോൾ പടച്ചോൻ ചിലപ്പോൾ ഹോൾഡ് ചെയ്തേക്കും. ഒന്ന്, നമ്മൾ എത്രത്തോളം ആഗ്രഹത്തോടു കൂടെയാണ് അത് ചോദിക്കുന്നത് എന്നും നമ്മളുടെ ഭാഗത്തുനിന്ന് അതിന് എത്രത്തോളം ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതും പടച്ചോൻ പരിശോധിക്കും. നമ്മൾ അതിന് അർഹരാണോ എന്നുള്ളത്. രണ്ടാമത്തത്, അങ്ങനെ അർഹരൊക്കെ ആണെങ്കിലും ഇപ്പം അത് കൊടുക്കുന്നത് അവന് ഗുണകരമാണോ അല്ലേ എന്നതും ഒരു വിഷയമാണ്. നമ്മൾ നമ്മളുടെ മക്കൾക്കൊക്കെ അവർ കെഞ്ചി കെഞ്ചി ചോദിച്ചാലും ചിലപ്പോൾ ചില സംഗതികൾ ചെയ്തു കൊടുക്കൂല. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും. അതിപ്പോൾ അവനത് കൊടുത്താൽ, അല്ലെങ്കിൽ അത് വാങ്ങിക്കൊടുത്താൽ ഞാനെന്തോ ഭയപ്പെടുന്നുണ്ടാവും, അവൻ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വഴിതെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുന്നത് ഒക്കെ ആയിരിക്കും. ആ കുട്ടി എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഉമ്മ ഉപ്പ എനിക്കിത് തരാത്തത് എന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതുമാണ്. സത്യത്തിൽ നമ്മളത് കൊടുക്കുന്നത് അവൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആ ആഗ്രഹം നമ്മളുടെ ആഗ്രഹമല്ലാത്തത് കൊണ്ടും അല്ല, അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്ന് നമ്മളുടെ ഇഷ്ടമല്ലാത്തത് കൊണ്ടും അല്ല. അത് കൊടുക്കുന്നത് നമ്മൾ ഭയപ്പെടുന്നു എന്നതുകൊണ്ടാണ്. അതേപോലെ പടച്ചവൻ ചിലത് ഹോൾഡ് ചെയ്തേക്കുന്നത് അത് നമ്മൾക്ക് ഹൈറല്ല എന്നതുകൊണ്ടാണ്. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതൊക്കെ പടച്ചവൻ ഒരു സമയത്ത് എന്തായാലും തരുട്ടോ, പരലോകത്തെത്തുന്ന സമയത്ത്. ആ സമയത്ത് കിട്ടുന്നത് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ വലുതായിരിക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു പോന്ന, എല്ലാം ഞാൻ ചോദിച്ചതൊക്കെ തരാതെ തടഞ്ഞു വെച്ചാലും കുഴപ്പമില്ലായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ കിട്ടുമെങ്കിൽ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോന്ന. അപ്പൊ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ചില കാരണങ്ങളുണ്ട് ഉത്തരം കിട്ടാതായി പോകാതിരിക്കാൻ വേണ്ടി, ഖുർആനും പഠിപ്പിക്കുന്നുണ്ട്.
അങ്ങനെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നാണ് അവസാനമായിട്ട് പടച്ചവനോട് എന്ത് ചെയ്യുന്നത്, കാവലിനെ ചോദിക്കുന്നത്. 4 കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഒന്ന്, മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകരിക്കാത്ത അറിവ്. വമിൻ ഖൽബിൻ ലാ യഖ്ശഉ, ഖുശൂ കാണിക്കാത്ത കൽബ്. മൂന്നാമത്തെ വമിൻ നഫ്സിൻ ലാ തശ്ബഉ, മതിവരാത്ത മനസ്സ്. നാലാമത്തത് വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന. അള്ളാഹു പ്രാർത്ഥന കൃത്യമായി പഠിച്ച് മനസ്സറിഞ്ഞ് അത് പ്രാർത്ഥിക്കാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.